ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. കൊടി ഉയർത്തുവീൻ എന്ന വാക്യത്തെ ആസ്പദമാക്കിയാണ് നാം കഴിഞ്ഞ ചില അവസരങ്ങളിൽ തിരുവചനത്തിൽ നിന്ന് ധ്യാനിച്ചു കൊണ്ടിരുന്നത്. മൊട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തുവീൻ. യെശയ്യാ പ്രവചനം 11 അധ്യായത്തിൻ്റെ 2 വാക്യമാണ്. മൊട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തുവീൻ. കൊടി ജയത്തിൻ്റെ ചിഹ്നമാണ്. കൊടി സമാധാനത്തിൻ്റെ ചിഹ്നമാണ്. കൊടി സന്തോഷത്തിൻ്റെ അടയാളമാണ്. കൊടി ഉയർത്തുവീൻ. ഇതേ പുസ്തകത്തിൽ തന്നെ പ്രവാചകൻ വേറെടുത്ത് പറയുന്നുണ്ട് കൊടി ഉയർത്തുവീൻ എന്ന്. അത് 62 അധ്യായം 11 വാക്യമാണ്. അതിൻ്റെ 10 വാക്യം മുതൽ വായിക്കാം. 62-ൻ്റെ 10 മുതൽ. കടപ്പീൻ, വാതിലുകളിൽ കൂടി കടപ്പീൻ, ജനത്തിന് വഴിയൊരുക്കുവീൻ, നികത്തുവീൻ, പെരുവഴി നികത്തുവീൻ, കല്ല് പെറുക്കിക്കളവീൻ, ജാതികൾക്കായിട്ട് ഒരു കൊടി ഉയർത്തുവീൻ. ഇതാ നിന്റെ രക്ഷ വരുന്നു, കൂലി അവൻ്റെ പക്കലും പ്രതിഫലം അവൻ്റെ കയ്യിലുമുണ്ട് എന്ന് സിയോൻ പുത്രിയോട് പറയുവീൻ എന്നിങ്ങനെ യഹോവ ഭൂമിയുടെ അറുതിയോളം ഘോഷിപ്പിച്ചിരിക്കുന്നു. കൊടി ഉയർത്തുവീൻ. തോൽവി അടഞ്ഞവർ നിരാശയിലിരിക്കുന്നവരാണ്. ഓരോ കാര്യങ്ങളിലും, കുടുംബസംബന്ധമായ കാര്യങ്ങളിൽ ഭാരത്തോടിരിക്കുന്ന ആളുകളുണ്ട്. രോഗം വന്നതുകൊണ്ട്, ചികിത്സ ഫലപ്പെടാത്തത് കൊണ്ട് നിരാശയിലിരിക്കുന്ന ആളുകളുണ്ട്. പരീക്ഷ തോറ്റുപോയതുകൊണ്ട് സങ്കടത്തിലിരിക്കുന്ന ആളുകളുണ്ട്. ഒരു നല്ല തൊഴിൽ ലഭിക്കാത്തത് കൊണ്ട് യാതനയിലും വേദനയിലും കഴിയുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പല രീതിയിൽ മനസ്സ് ഉഷ്ണിച്ചും വേദനിച്ചും വിഷമിച്ച് കഴിയുന്ന ആളുകൾ ധാരാളമുണ്ട്. എല്ലാം മുട്ടക്കുന്നിൻ്റെ അനുഭവമാണ്. ഒരു ചെറു ചെടി പോലും മുളയ്ക്കാൻ പറ്റാത്തതുപോലെ, ഒരു നറുമുള മുളയ്ക്കാൻ പറ്റാത്തതുപോലെ എല്ലാം മുട്ടക്കുന്നായി കിടക്കുന്നു. മനുഷ്യരുടെ ഹൃദയം ഇന്ന് മുട്ടക്കുന്നാണ്. ഓരോ മനുഷ്യരുടെയും ഹൃദയം അങ്ങനെയാണ്. മനുഷ്യരുടെ ഹൃദയം അവിടെ ഒരു പുൽനാമ്പ് മുളയ്ക്കാൻ സാധ്യതയില്ല. പ്രതീക്ഷയ്ക്ക് വക കാണുന്നില്ല, ആശയ്ക്ക് വക കാണുന്നില്ല. എന്തെല്ലാമോ ഒക്കെ പ്രതീക്ഷകളോടെയാണ് ജീവിച്ചു തുടങ്ങിയത്. പക്ഷേ എല്ലാ പ്രതീക്ഷകളും എല്ലാം കത്തിക്കരിഞ്ഞുപോയി. സ്വപ്നങ്ങൾ കരിഞ്ഞുപോയി. നല്ല നല്ല സ്വപ്നങ്ങളുണ്ടായിരുന്നു, നല്ല നല്ല പ്രതീക്ഷകളുണ്ടായിരുന്നു. ഭാവിയെക്കുറിച്ച് നല്ല മോഹനമായ പ്രതീക്ഷകൾ പുലർത്തിയിരുന്നു. പക്ഷേ എല്ലാം കരിഞ്ഞുണങ്ങി, ആശയ്ക്ക് വകയില്ല. വളരെ സന്തോഷത്തോടെയാണ് ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞത്. പക്ഷേ എപ്പോഴോ അറിയുന്നു ആ ഗർഭം അത് ഒരു കുഞ്ഞിനെ കിട്ടാൻ പറ്റാത്തതുപോലെ ചില പ്രയാസങ്ങൾ വന്നിരിക്കുന്നു എന്ന്. പിന്നെയാണ് അറിയുന്നത് ഒരു കാരണവശാലും ഒരു ഗർഭിണിയാകാൻ സാധ്യതയില്ല എന്ന്. ഇനിയൊരു കുഞ്ഞിനെ കിട്ടാൻ സാധ്യതയില്ല എന്ന്. മുട്ടക്കുന്നാണ്, മുട്ടക്കുന്ന്. വയസ്സ് 40-45 ആയി. ഇതുവരെ ഈ ഒരു നല്ല കല്യാണാലോചന വന്നിട്ടില്ല. ഒരു നറും തിരി തെളിയാനുള്ള സാധ്യതയില്ലാത്ത നിരാശയിലാണ്ടുപോയ അനേകം ആളുകളുണ്ട്. ഒരുപക്ഷെ ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ, ഇവിടെ ഇരിക്കുന്നത് കേൾക്കുന്നവരും ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കുന്നവരുമായ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നോക്കിയാൽ ഒരു മുട്ടക്കുന്നിൻ്റെ അനുഭവമായിരിക്കും. ഏതോ ഒരു അസംതൃപ്തി, എന്തിനോ വേണ്ടിയുള്ളതായൊരു ദാഹം, ഒരു തൃപ്തിയില്ലായ്മ, ഒരു സന്തോഷമില്ലായ്മ, എവിടെയോ ചില പോരായ്മകൾ. മുട്ടക്കുന്നാണ്. വളരെ നല്ല സ്നേഹമുള്ളൊരു കുടുംബമായിരുന്നു, ഭാര്യയും ഭർത്താവും. നല്ല സ്നേഹം. പക്ഷേ എവിടെയാണ് ഈ പടലപ്പിണക്കമെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ സ്നേഹമില്ല. ഭാര്യ ഭർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നുണ്ട്. അവളുടെ ഹൃദയത്തിൽ വേറെ ഈർഷ്യൊന്നുമില്ല. പക്ഷേ സ്നേഹം കിട്ടുന്നില്ല, ഭർത്താവിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല. അതിന് സ്നേഹം വേറെ എങ്ങോട്ടോ പോവുകയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. എവിടെ സ്നേഹമുണ്ട്, പക്ഷേ ആ സ്നേഹം അവൾക്ക് മാത്രം കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹം ഇപ്പോൾ മറ്റു പലതിലേക്ക് ഒഴുകി പോകുന്നു. നഷ്ടമാണ്, മുട്ടക്കുന്നാണ്. പ്രതീക്ഷ നശിച്ചിരിക്കുന്നു. ഭർത്താവ് നേരത്തെ കടന്നുപോയി, പ്രതീക്ഷ നശിച്ചിരിക്കുന്നു. ഇങ്ങനെ അനേകം കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും. മുട്ടക്കുന്നായ ജീവിതങ്ങൾ. ഒരു ചെറു ചെടി പോലും മുളയ്ക്കാൻ സാധ്യതയില്ല. എല്ലാം തരിശുഭൂമി പോലെ കിടക്കുന്നു. കർത്താവ് പറയുന്നു, ഈ മുട്ടക്കുന്നിന്മേൽ ജയത്തിൻ്റെ കൊടി ഉയർത്താമെന്ന്. ഈ മുട്ടക്കുന്നിന്മേൽ സത്യത്തിൻ്റെ കൊടി ഉയർത്താമെന്ന്. ഈ മുട്ടക്കുന്നിന്മേൽ ഇനി കൊടി ഉയർത്താനുള്ള സാധ്യതയുണ്ട് എന്ന്. ഇനിയുമുണ്ട് സാധ്യത. നിരാശപ്പെടേണ്ട എന്നാണ് കർത്താവ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഏതെല്ലാം തരത്തിലുള്ള നിരാശകളുണ്ടെങ്കിലും ഇനി നിരാശപ്പെട്ടിരിക്കേണ്ട. ഇത് ഇന്ന് മുട്ടക്കുന്നാണ് തോന്നുന്നെങ്കിലും ഇവിടെ ഇനിയും മുളകൾ മുളച്ചു വരും. ഇനിയും ഇവിടെ അഭിവൃദ്ധി ഉണ്ടാകും. കെട്ടുപോയി എന്ന് വിചാരിച്ചിരുന്നു,
ബിസിനസ് നഷ്ടത്തിലായിപ്പോയി, ഇനി എല്ലാം വിറ്റാലും കടം തീരുകയില്ലെന്ന് വിചാരിച്ചിരുന്നു. എന്തൊരത്ഭുതം! കർത്താവ് പറയുന്നു, അത് മൊട്ടക്കുന്ന് ഇന്ന് ഇനി പ്രത്യാശയുടെ കുന്നായി മാറാൻ പോവുകയാണ്. ആശയുടെ പ്രതീക്ഷയുടെ നിറനാമ്പുകൾ കാണാൻ പോവുകയാണ്. ഭയപ്പെടേണ്ടായെന്ന് കർത്താവ് പറയുന്നു. ക്രിസ്തുവിൻ്റെ വചനമാണ് പറയുന്നത്, മുട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തുവീൻ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനേകം കൊടികൾ ഉയർത്താനുണ്ട്. ജയത്തിൻ്റെ കൊടിയെക്കുറിച്ച് നാം ചിന്തിച്ചു, ഈ സത്യത്തിൻ്റെ കൊടിയെക്കുറിച്ച് നാം ചിന്തിച്ചു. അങ്ങനെ പല കൊടികളെക്കുറിച്ച് നാം കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ചിന്തിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് ഒരു സാക്ഷ്യത്തിൻ്റെ കൊടിയെക്കുറിച്ചാണ്. ദ ടെസ്റ്റിമണി, ദ ബാനർ ഓഫ് ടെസ്റ്റിമണി, ദ ഫ്ലാഗ് ഓഫ് ടെസ്റ്റിമണി, സാക്ഷ്യത്തിൻ്റെ കൊടി. അതാണ് ഇപ്പോൾ വായിച്ചത്. കടപ്പീൻ, വാതിലുകളിൽ കൂടി കടപ്പീൻ. വാതിലിൽ കൂടി കടന്നുള്ളൂ. വാതിൽ അടഞ്ഞു പോയി എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. എല്ലാം തീർന്നെന്ന് വിചാരിക്കണ്ട. ഇത് എന്നേക്കുമായി അസ്തമിച്ച് പോയിട്ടില്ല. നീ പേടിക്കണ്ട മോനെ, നീ അകത്ത് കടന്നു വരൂ. കടപ്പീൻ, വാതിലുകൾ കൂടി കടപ്പീൻ. ഭയപ്പെടണ്ട, നിരാശപ്പെടണ്ട, തളരണ്ട, നീ മടുത്തു പോകണ്ട. വാതിൽ കൂടി അകത്ത് കടപ്പീൻ. വാതിൽ തുറന്നിട്ടിട്ടുണ്ട്, അകത്ത് കടപ്പീൻ. കടപ്പീൻ, വാതിലിൽ കൂടി കടപ്പീൻ. ജനത്തിന് വഴിയൊരുക്കുവീൻ. ജനത്തിന്, ഒരാൾ മാത്രമല്ല, അനേകർക്ക് കടന്നു വരാൻ വഴിയൊരുക്കുവീൻ. ജനത്തിന് വഴിയൊരുക്കുവീൻ. നികത്തുവീൻ, പെരുവഴി നികത്തുവീൻ. അത് പെരുവഴിയാണ്, പക്ഷേ ആ വഴിയിലെ കുഴിയുള്ളതുകൊണ്ട് അതൊരു കാര്യം ചെയ്യണം, കുഴികളെല്ലാം നികത്തുവീൻ. പിന്നെ പെരുവഴി നികത്തുവീൻ. പെരുവഴി നികത്തുവീൻ. അവിടെ കേടുപറ്റിയിരിക്കുന്ന ഭാഗത്തെല്ലാം നിരപ്പാക്കിയെടുക്കുവീൻ. എവിടെയെല്ലാമോ കുഴി പിടിച്ചിട്ടുണ്ട്, കുഴി ഉണ്ടായിട്ടുണ്ട്, എവിടെയെല്ലാമോ കുഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ നടക്കുമ്പോൾ ചിലപ്പോൾ തെന്നി വീണു വരും. അതുകൊണ്ട് പെരുവഴിയിൽ കുഴി നികത്തുവീൻ. പിന്നെ കല്ല് പെറുക്കിക്കളവീൻ. അവിടെ കല്ല് കടന്നാൽ സുഖമായി യാത്ര ചെയ്യാൻ പറ്റുകയില്ല. കല്ല് പെറുക്കിക്കളവീൻ. നിങ്ങൾ ചിലതെല്ലാം ചെയ്യണം. കൊടി ഉയർത്താനായിട്ട് നിങ്ങൾ ചിലതെല്ലാം ചെയ്യണം. നിങ്ങളുടെ ജീവിത പാതയിൽ, മുന്നോട്ടുള്ള നിങ്ങളുടെ ഗതിയിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിൽ നിങ്ങൾക്ക് ഇന്ന് പ്രയാസമായി നടന്നു പോകാൻ പറ്റാത്തതായി കാണുന്ന ചില വഴികൾ, ആ വഴികളെല്ലാം ഇന്ന് കല്ലും മുള്ളും നിറഞ്ഞു നിൽക്കുന്നു. അവിടെ കുഴികൾ ധാരാളമായി കിടക്കുന്നു. ഒരു കാര്യം ചെയ്യൂ, കുഴിയെല്ലാം നികത്തുവീൻ. കുഴി നികത്തുവീൻ. പോരാ, നിങ്ങൾ അവിടെയുള്ള കല്ല് പെറുക്കിക്കളവീൻ. പിന്നെ ജാതികൾക്കായിട്ട് ഒരു കൊടി ഉയർത്തുവീൻ. കൊടി ഉയർത്തുവീൻ. ജാതികൾക്ക് നിങ്ങളൊരു സാക്ഷ്യമായി നിൽപ്പീൻ. നിങ്ങൾ ജാതികളുടെ മുമ്പിൽ ഒരു സാക്ഷ്യമായി ജീവിപ്പീൻ. മറ്റുള്ളവർ നോക്കുമ്പോൾ, ദൈവം ഇല്ലാത്തവർ നോക്കുമ്പോൾ, ദൈവം ആനാണെന്ന് അറിയാത്തവർ നോക്കുമ്പോൾ, ദൈവം എങ്ങനെയുള്ളവനാണെന്ന് അറിയാൻ പാടില്ലാത്തവർ നോക്കുമ്പോൾ, സത്യദൈവം എന്ന് പറയുന്നത് എന്താണെന്ന് പോലും പിടികിട്ടാതിരിക്കുന്നവർ അവർ നോക്കുമ്പോൾ, നിങ്ങളുടെ കാര്യം ചെയ്യൂ, നിങ്ങൾ ഒരു കൊടി ഉയർത്തുവീൻ. സാക്ഷ്യത്തിൻ്റെ കൊടി ഉയർത്തുവീൻ. പലർക്കും സാധ്യമല്ലെന്ന് പറയുന്നു. ഈ ക്രിസ്തീയ ജീവിതം എന്നെക്കൊണ്ട് സാധ്യമല്ലെന്ന് പലരും പറയുന്നു. അങ്ങനെ വിശുദ്ധനായി ജീവിക്കാൻ പറ്റുമോ എന്ന് ചിലർ ചോദിക്കുന്നു. അങ്ങനെ ഒരു തെറ്റും പറ്റാതെ ജീവിക്കാൻ ആർക്ക് സാധിക്കുമെന്ന് ചോദിക്കുന്നു. മനുഷ്യനിലെ ചില ബലഹീനതകളൊക്കെ വരികയില്ലേ എന്ന് ചോദിക്കുന്നു. പക്ഷേ അവിടെ നിങ്ങൾ സാക്ഷ്യമുള്ളവരായി നിൽപ്പീൻ. സാധിക്കും. ഇന്ന് അസാധ്യമെന്ന് തോന്നുന്ന ഓരോ കാര്യങ്ങളിലും അത് സാധ്യമാക്കി തരാൻ കർത്താവായ യേശുക്രിസ്തു ഉണ്ട്. നിങ്ങൾ വിശ്വസിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. വളരെ മനോഹരമായ ഒരു കാര്യമാണ് പറയുന്നത്. ദ ബാനർ ഓഫ് ടെസ്റ്റിമണി. ടെസ്റ്റിമണി, സാക്ഷ്യം. സാക്ഷ്യത്തിൻ്റെ കൊടി ഉയർത്തുവീൻ. സാക്ഷ്യത്തിൻ്റെ കൊടി ഉയർത്തണം. മറ്റുള്ളവർ കാണുക നിങ്ങൾ സത്യസാക്ഷികളായി നിൽക്കണം. നിങ്ങൾ ജീവിത വിജയം സാധ്യമാണ് എന്ന് നിങ്ങൾ തെളിയിച്ചുകൊണ്ട് നിൽപ്പീൻ. ഒരു സൽസ്വഭാവം സാധ്യമാണെന്ന് നിങ്ങൾ തെളിയിപ്പീൻ. ഒരഴുക്കം പറ്റാതെ ജീവിക്കുന്ന സാധ്യമാണെന്ന് നിങ്ങൾ തെളിയിപ്പീൻ. ഒരു അശുദ്ധിയും ഏശാതെ നിൽക്കാൻ സാധ്യമാണെന്ന് നിങ്ങൾ തെളിയിപ്പീൻ. ഒരു കറയും പറ്റാതെ നിൽക്കാൻ സാധ്യമാണെന്ന് നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ തെളിയിച്ച് കാണിപ്പീൻ. ജീവിതത്തിൽ ഒരു അഴുക്കം പറ്റാതെ ജീവിക്കാൻ ഈ ഭൂമിയിൽ വെച്ച് സാധ്യമാണ്. ഏത് മനുഷ്യനും സാധ്യമാണ്. ആവശ്യക്കാരനാണെങ്കിൽ സാധ്യമാണ് എന്ന് നിങ്ങൾ തെളിയിച്ചു കൊടുക്കുവീൻ. സാക്ഷ്യത്തിന് കൊടി ഉയർത്തുവീൻ. ജാതികൾക്ക് മുമ്പിൽ നിങ്ങൾ കൊടി ഉയർത്തുവീൻ. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവരുടെ മുമ്പിൽ യേശു ക്രിസ്തു ഇത് സാധ്യമാക്കി തന്നു എന്ന് പറയത്തക്കവണ്ണമുള്ള ഒരു സാക്ഷ്യ ജീവിതം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. സാക്ഷ്യ ജീവിതം നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ഇന്നത്തെ കെടുതികൾ തീരും. ഇന്നത്തെ പ്രാരബ്ധങ്ങൾ തീരും. ഇന്നത്തെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ യാതനകൾ തീരും. ഇന്ന് മുട്ടക്കുന്നാണ്, പക്ഷേ അവിടെ നിങ്ങൾക്കൊരു കൊടി ഉയർത്താം. ആദ്യം നിങ്ങൾ ചെയ്യൂ. നിങ്ങൾ കാര്യം ചെയ്യൂ. നിങ്ങൾക്ക് കൊടിയുയർത്തുന്ന തടസ്സമായിട്ടുള്ള അങ്ങോട്ട് കടന്നു വരാൻ തടസ്സമായിട്ടുള്ള വഴിയിലുള്ളതായ കുഴികളെ നിങ്ങൾ നികത്തിയെടുക്കുവീൻ. അനേക ജീവിതങ്ങളിൽ നിന്ന് കുഴികളുണ്ട്. അനേക ജീവിതങ്ങളിൽ നിന്ന് കല്ലെല്ലാം പെറുക്കി കളയുവീൻ. സുഗമമായി നടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ പലതും ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. നിങ്ങൾ ആരെയും പഴിക്കണ്ട. ഓരോരുത്തരും അവനവൻ്റെ തന്നെ കാണണം. എൻ്റെ ജീവിതത്തിൽ
എൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യത്തിൽ ഇന്ന് വേണ്ടത്ര സത്യസാക്ഷ്യം വരാത്ത വിധത്തിൽ എന്തെല്ലാമാണ് ഉള്ളത് ചിന്തിക്കണം. എന്തെല്ലാമാണുള്ളത്? എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പാപങ്ങളാണ് വന്നത്? കല്ലുകൾ എന്തെല്ലാമാണ് പെറുക്കിക്കളയാനുള്ളത്? എൻ്റെ ജീവിതത്തിലെ കുഴികളെല്ലാമാണ് നികത്താനുള്ളത്. കുഴികൾ നികത്താനുണ്ട്, കല്ലുകൾ പെറുക്കിക്കളയാനുണ്ട്. ഓരോരുത്തർക്കും കാണും അനേകം കാര്യങ്ങൾ. പല കുടുംബങ്ങളിലും സ്നേഹമില്ല, മാതാപിതാക്കളും മക്കളും തമ്മിലൊരു ഐക്യമില്ല. മക്കൾക്ക് മാതാപിതാക്കൾ പറയുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, അവർക്ക് സുഖിക്കുന്നില്ല, അവർക്ക് രസിക്കുന്നില്ല, അവർക്ക് നീരസം വരുന്നു. കുട്ടികൾ ചുമതലാബോധമില്ലാതെ പോകുമ്പോൾ മാതാപിതാക്കൾക്ക് നീറ്റലും വേദനയും സങ്കടവും വർദ്ധിച്ചു വരുന്നു. മക്കളെക്കുറിച്ച് നല്ല ശുഭപ്രതീക്ഷയാണ് അവർക്കുണ്ടായിരുന്നത്. നന്നായി വരും, വളരെ നല്ല നിലയിൽ വളർന്നു വരുന്നു പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ കുട്ടികൾ നേരെയാകുന്നില്ല. അവരെന്തെല്ലാമോ ചില കൂട്ടുകെട്ടിൽ പോകുന്നു. അവർക്ക് ഈ ആത്മീയം എന്ന് പറയുന്നത് മനസ്സിലാകുന്നില്ല. ആത്മീയം എന്താണ്? അവരും ചിലപ്പോൾ യോഗത്തിന് വിളിച്ചാൽ വന്നിരിക്കും, പക്ഷേ വന്നാൽ പോലും ഉള്ളിലൊന്നും കിടക്കുന്നില്ല. കാരണം ഹൃദയം വാതിൽ അടഞ്ഞു കിടക്കുകയാണ്, അടഞ്ഞ വാതിലുകൾ. അല്ല, കുട്ടികളുടെ കാര്യം തന്നെ പറയുന്നത് ഇന്ന് അനേകരുടെയും വാതിൽ അടഞ്ഞിരിക്കുകയാണ്. എന്തെല്ലാം കേട്ടാലും ഒരു അനക്കമില്ല. അങ്ങനെയല്ലേ ഇതുപോലെ സത്യവചനം നിങ്ങൾ കേട്ടിട്ടുള്ളതുപോലെ വേറെ ആര് കേട്ടിട്ടുണ്ട്? ജീവൻ്റെ വചനം നിങ്ങൾ കേട്ടിട്ടുള്ളതുപോലെ ആര് കേട്ടിട്ടുണ്ട്? ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, കവർന്നുപോകുമേ, സ്വർഗത്തോളം നീ ഉയർന്നിരിക്കുന്നു, നീ പാതാളം വരെ താണു പോകും. നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോറിലും സീതോരിലും നടന്നിരുന്നെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും ഇരുന്ന് കരയുമായിരുന്നു. യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും തൻ്റെ അടുക്ക അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്തവളെ. ആരാണ്? യെരൂശലേം നഗരത്തിൽ നോക്കി കർത്താവ് കരയുകയാണ്. പ്രവാചകന്മാരെ കൊന്നവരാണ്, തൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ, ദൈവം അയച്ചവരെ കല്ലെറിയുകയും ചെയ്തവരാണ്. നിങ്ങൾക്ക് വരുന്ന ശിക്ഷാവിധി നിസ്സാരമല്ല, വലിയ ശിക്ഷാവിധി വരുന്നു. ഇനി നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് നിങ്ങൾ പറയണം. അതുവരെ നിങ്ങൾക്ക് രക്ഷ കിട്ടുകയില്ല, നിങ്ങൾക്ക് ശാപമോചനം കിട്ടുകയില്ല, സമാധാനം കിട്ടുകയില്ല. സമാധാനം വേണമെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ നിങ്ങൾ പറയണം. എൻ്റെ യേശുവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ നിങ്ങൾ വിളിക്കണം, നിലവിളിക്കണം. കല്ലെല്ലാം ഞാൻ പെറുക്കി കളഞ്ഞുകൊള്ളാമെന്ന് നിങ്ങൾ കർത്താവിൻ്റെ വാക്ക് പറയണം. കർത്താവെ, എൻ്റെ ജീവിതത്തിലുള്ളതായ എല്ലാ മുള്ളുകളും കല്ലുകളും പെറുക്കിക്കളയുകയും എൻ്റെ ജീവിതത്തിൽ വന്ന കുഴികളെല്ലാം നികത്തുകയും ചെയ്തതിന് ഞാൻ വഴിയൊരുക്കാമെന്ന് പറയണം. കർത്താവിന് വഴിയൊരുക്കുകയും അവൻ്റെ ഭാഗം നിരപ്പാക്കുകയും കർത്താവിന് വഴിയൊരുക്കണം. സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾ എല്ലാവരും തന്നെ പള്ളിയിൽ പോകുന്നവരായിരിക്കും, നിങ്ങളെല്ലാവരും വിശുദ്ധ ആരാധനകൾ പങ്കെടുക്കുന്നവരായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഹൃദയം എങ്ങനെയിരിക്കുന്നു? നിങ്ങളുടെ കുടുംബം എങ്ങനെയിരിക്കുന്നു? കുടുംബത്തിൽ സ്നേഹമുണ്ടോ? പരസ്പരം ഐക്യമുണ്ടോ? പരസ്പരം ഒരു കൂറിണക്കമുണ്ടോ? ഹാർമണി, ഒരു കൂറിണക്കമുണ്ടോ? പരസ്പരം ഒരു മനസ്സ് കിട്ടുന്നുണ്ടോ? പലപ്പോഴും ഭാര്യയുടെ നടുവീർപ്പുകളുണ്ട്, ആ വീടിൻ്റെ അന്തരീക്ഷം മുഴുവനും ഇങ്ങനെ കലുഷിതമായിരിക്കുകയല്ലേ? ഭർത്താവിൻ്റെ നിരാശ കൊണ്ടും ഭർത്താവിൻ്റെ വേദന കൊണ്ടും ആ കുടുംബാന്തരീക്ഷം മുഴുവൻ കലുഷമായിരിക്കുകയല്ലേ? നിങ്ങൾ ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ, സ്നേഹമുണ്ടോ നിങ്ങളുടെ വീട്ടിൽ? മക്കൾക്ക് മാതാപിതാക്കളോട് സ്നേഹമില്ല, മാതാപിതാക്കൾക്ക് മക്കളോട് സ്നേഹമില്ല. മക്കളല്ലേ, സ്നേഹമുണ്ട് ഇല്ലെന്നല്ല, പക്ഷേ അവരുടെ ആത്മീയ നന്മ അവർ ആഗ്രഹിക്കുന്നില്ല. ഒന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മോൻ അല്ലെങ്കിൽ മോള്, അവൾക്ക് പരീക്ഷയിൽ ഒരു തോൽവി വന്നു, അവൾ നീറ്റ് പരീക്ഷ എഴുതി, എൻട്രൻസ് ടെസ്റ്റ് എഴുതി, കിട്ടിയില്ല. എന്തൊരു വേദനയായിരിക്കും നിങ്ങൾക്ക്, എന്തൊരു വേദന! വളരെ നാളായി ആഗ്രഹിച്ചു വരുന്ന കാര്യമാണ് ഒരു മെഡിസിൻ, എൻ്റെ മോൾക്കൊരു സീറ്റ് കിട്ടണമെന്ന്, അല്ലെങ്കിൽ മോനൊരു സീറ്റ് കിട്ടണമെന്ന്, MBBS പഠിക്കാൻ, ഡോക്ടറാകാൻ ആഗ്രഹിച്ചിരുന്നതാണ്. അതൊക്കെ അവൾ പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ സീറ്റ് കിട്ടിയില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ നിരാശപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ മോൾക്ക് സീറ്റ് കിട്ടാത്തതുകൊണ്ട് നിങ്ങൾ ദുഃഖത്തോടിരിക്കുകയാണ്. എന്നാൽ അതേ കുട്ടിക്ക് നിങ്ങൾക്കറിയാം ആ കുട്ടി ഇന്നും പാപത്തിലാണ് എന്ന്, ആ കുട്ടി ഇന്ന് മരിച്ചുപോയാൽ ദൈവരാജ്യത്തിൽ പോവുകയില്ല എന്ന്. അത്രയും വേദനയുണ്ടോ നിങ്ങൾക്ക്? നീറ്റ് പരീക്ഷ എഴുതിയിട്ട് കിട്ടിയില്ല എന്നുള്ള അത്രയും വേദനയുണ്ടോ നിങ്ങളുടെ മക്കൾ നരകത്തിലേക്ക് പോകുന്നു എന്നുള്ളതിൽ? അറിയാം, നിങ്ങൾക്കറിയാം നരകത്തിലേക്കാണ് പോകുന്നത്. മക്കൾ തീരാനാശത്തിലേക്കാണ് പോകുന്നത്. കെടാത്ത തീയും ചകാത്ത ഒഴിവുള്ള നരകത്തിലേക്കാണ് പോകുന്നത്, അറിയാം. പക്ഷേ മോൾക്ക് അല്ലെങ്കിൽ മോന് ഒരു പരീക്ഷ പാസ്സായില്ല എന്നുണ്ടാകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അത്രയും ആ വേദന മോനല്ലെങ്കിൽ മോള് നരകത്തിലേക്ക് പോകുന്നുള്ളതിൽ നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ? നിങ്ങൾ എപ്രാളപ്പെടുന്നുണ്ടോ? അയ്യോ, എൻ്റെ കുഞ്ഞ് പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല, പരീക്ഷ പാസ്സായില്ലെങ്കിലും വേണ്ടില്ല, എൻ്റെ കർത്താവേ എന്തെല്ലാം നഷ്ടം വന്നാലും ശരി, എൻ്റെ കുഞ്ഞ് നരകത്തിലേക്ക് പോകല്ലേ? അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങളും നരകത്തിലേക്ക് പോകുന്നു. ക്ഷമിക്കണം,
നിങ്ങളും നരകത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു, അറിയുന്നില്ല. അനേകം ആളുകൾ യോഗത്തിന് കൂടി വരുന്നുണ്ടെങ്കിലും അതിൽ ഭൂരിപക്ഷം പേരും ദൈവരാജ്യത്തെക്കുറിച്ച് അറിവില്ലാത്തവരാണ്. ഭൂരിപക്ഷം പേരും ദൈവരാജ്യത്തിൽ എത്താൻ പറ്റാത്തവരാണ്. അവരുടെ ജീവിതം ക്രമീകരിച്ചിട്ടില്ലാത്തവരാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്ന കാര്യമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് വാസ്തവത്തിൽ കർത്താവ് എനിക്കത് പറഞ്ഞു തന്നിട്ട് എനിക്ക് ഹൃദയത്തിലൊരു വേദന വന്നിരിക്കുകയാണ്. വേദന മറ്റൊന്നുമല്ല, എൻ്റെ ദൈവമേ, എന്ത് ചെയ്താൽ ഈ ജനത്തിന് ഇത് മനസ്സിലാകും? ജനത്തിന് വേണ്ടി എന്താ ചെയ്യേണ്ടത്? കർത്താവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് മറുപടി കിട്ടി, നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക. നീ ഒരു വിശുദ്ധനായി നിൽക്കുക. നീ ഒറ്റൊന്നും ചെയ്യണ്ട. നീ ഒരാളൊരു വിശുദ്ധനായി നിൽക്കൂ. നിൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട്, നിൻ്റെ മക്കളുടെ വീണ്ടെടുപ്പിനായിട്ട്, നിൻ്റെ കുടുംബം രക്ഷയ്ക്കപ്പെടാനായിട്ട് നീ ഒരാളൊന്ന് വിശുദ്ധനായി നിൽക്കൂ. അല്ലാതെ നിന്നെ തന്നെ നീ തിരുത്താതെ നീ എത്ര പ്രാർത്ഥിച്ചാലും എന്ത് പ്രയോജനമില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് എനിക്ക് തരുന്ന ബോധമാണ് ഈ പറയുന്നത്. എനിക്ക് കർത്താവ് തന്നുകൊണ്ടിരിക്കുന്ന ആലോചനയാണ് ഈ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാനൊരാൾ മുഴുവൻ ശരിയാകാതെ പിന്നെ ഞാൻ എൻ്റെ മക്കളെ എങ്ങനെ പഠിപ്പിക്കും, എങ്ങനെ നേരെയാക്കും? ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് മുട്ടക്കുന്നിന്മേൽ കുഴി ഉയർത്താൻ കർത്താവ് പറയുന്നു. പാത നിരപ്പാക്കുവാൻ കർത്താവ് പറയുന്നു. വഴിയിലുള്ള കല്ലുകളെല്ലാം പെറുക്കിക്കളയാൻ കർത്താവ് പറയുന്നു. കുഴികളെല്ലാം നികത്താനായിട്ട് കർത്താവ് പറയുന്നു. കർത്താവിന് വഴിയൊരുക്കുകയും എൻ്റെ പാത നിരപ്പാക്കുകയും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളിൽ സാക്ഷി ജീവിതം ഉണ്ടാകും. സാക്ഷി ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതം സാക്ഷ്യമായി തീരും. നിങ്ങളുടെ ഓരോ വാക്കും സാക്ഷ്യമായി തീരും. ഓരോ വാക്കും സാക്ഷ്യം പറയുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഓരോ വാക്കും അളന്നു കുറിച്ച വാക്കുകളായിരിക്കും. നിങ്ങളുടെ ഓരോ വാക്കും മറ്റൊരാൾക്ക് വേദന വരാതെ, മറ്റൊരാൾക്ക് ദുഃഖം വരാതെ, ആരുടെയും ഹൃദയത്തെ മുറിവേൽപ്പിക്കാതെ സ്നേഹത്തിൻ്റെ വാക്കുകളായിരിക്കും. ഹൃദയം പൊട്ടുന്ന വാക്കുകളായിരിക്കും. ഉള്ളിൽ നിറഞ്ഞ വേദനയിൽ നിന്ന് വരുന്ന വാക്കുകളായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് ആശ്വാസം കൊടുക്കുന്നവരായിരിക്കും. മോളെ, നീ നിൻ്റെ ഭർത്താവിന് ആശ്വാസം കൊടുക്കുന്നവളാകണം. ദൈവത്തിന് സ്തോത്രം. മോനെ, നീ നിൻ്റെ ഭാര്യയ്ക്ക് സമാധാനവും സ്നേഹവും കൊടുക്കുന്നവനാകണം. ഇന്ന് സ്നേഹത്തിന് വേണ്ടി കഴിയുകയല്ലേ പല കുടുംബങ്ങളും? സ്നേഹത്തിന് വേണ്ടി കഴിയുന്നു. ഭർത്താവ് അങ്ങ് മരിച്ചുപോയി, മക്കൾ നോക്കുന്നില്ല, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടത്ര ഗൗരവമായ ഒരു ഗൗനിപ്പില്ല, പരിഗണനയില്ല, മനസ്സ് നിരാശപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു തരട്ടെ, ആരെല്ലാം പോയാലും ആരെല്ലാം ഗൗനിച്ചില്ലെങ്കിലും സ്തോത്രം, യേശുക്രിസ്തു ഉണ്ടോ നിങ്ങൾ മഹാഭാഗ്യശാലിയായിരിക്കും. അപ്പൻ ഗൗനിച്ചില്ലെങ്കിലും, അമ്മ കണക്കാക്കിയില്ലെങ്കിലും, സഹോദരന്മാർ സ്നേഹിച്ചില്ലെങ്കിലും, സ്വന്തം ഭാര്യ പോലും വെറുത്താലും, മോനെ നീ ഒരു ഭാഗ്യശാലിയായിരിക്കും. എപ്പോൾ യേശു അകത്തുണ്ടെങ്കിൽ. യേശുക്രിസ്തു ഉള്ള ജീവിതമാണ് ഭാഗ്യം, മഹൽഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. കർത്താവുള്ള ജീവിതം, യേശു ഹൃദയത്തിൽ വാഴുന്ന ജീവിതം, അതെന്തൊരു ഭാഗ്യമാണെന്നോ! ദൈവത്തിന് സ്തോത്രം. എന്തൊരു അനുഗ്രഹമാണെന്നോ! പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയണം, കർത്താവ്, യേശു ഉള്ളത്തിൽ വരുന്ന ഭാഗ്യം എനിക്ക് തരണം. അതാണ് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്വത്ത്. എനിക്ക് ആരുമില്ലെങ്കിലും, എൻ്റെ മാതാപിതാക്കൾ എന്നെ ഗൗനിച്ചില്ലെങ്കിലും സാരമില്ല. കർത്താവ്, ഒരു പരിഭവവും കൂടാതെ, ഒരു പരാതിയും കൂടാതെ, ഒരു നീരസവും കൂടാതെ, അല്പം പോലും ഹൃദയത്തിൽ കലുഷതയില്ലാതെ, എൻ്റെ കർത്താവേ, ഒരേ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ ദൃഷ്ടി വയ്ക്കും. യേശുവേ, നീ എൻ്റെ ഉള്ളത്തിൽ വാഴണമേ. എനിക്ക് യേശുവിൻ്റെ ഇമേജ് തരണമേ, യേശുവിൻ്റെ സ്വഭാവം തരണമേ. സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് നിങ്ങൾക്കിപ്പോൾ പ്രാപിക്കാം, നാളേക്ക് മാറ്റി വയ്ക്കേണ്ട കാര്യമില്ല. യേശുക്രിസ്തു എപ്പോഴും അകത്ത് വരാൻ സമ്മതമാണ്. എപ്പോഴും. ഞാൻ എൻ്റെ അകൃത്യം നിന്നോട് ഏറ്റു പറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ അകൃത്യത്തിൻ്റെ പാപം ക്ഷമിച്ചു തന്നു. ഏറ്റു പറഞ്ഞില്ല, ഏറ്റു പറയും തീരുമാനിക്കുമ്പോൾ തന്നെ പാപം ക്ഷമിച്ചു തരുന്നു. എന്തൊരു സ്നേഹം, നിസ്തുല സ്നേഹം. ഞാൻ എൻ്റെ പാവം നിന്നോട് അറിയിക്കുമെന്ന് നീ ഏറ്റു പറഞ്ഞു. ഞാൻ എൻ്റെ അകൃത്യം മറച്ചു വയ്ക്കാതെ മുഴുവൻ ഞാൻ തുറന്നു പറയുമെന്ന് നീ ഏറ്റു പറഞ്ഞു. ഇനിമേൽ പാവം ഇല്ലാതെ നീ ഏറ്റു പറഞ്ഞു. അപ്പോൾ തന്നെ കർത്താവേ, നീ എൻ്റെ പാവം ക്ഷമിച്ചു തന്നു. ഞാൻ ഏറ്റു പറഞ്ഞില്ല, ഏറ്റു പറയുമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ പാവം ക്ഷമിച്ചു തന്നു. നാം ഒരു ചൂട് വയ്ക്കുമ്പോൾ 10 ചൂട് കർത്താവ് ഇങ്ങോട്ട് അടുത്ത് വരും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അനേകരും യേശു ഇല്ലാത്തവരാണ്. ചുണ്ടിൽ യേശുവുണ്ട്, പ്രാർത്ഥനയിൽ യേശുവുണ്ട്, ഗീതങ്ങളിൽ യേശുവുണ്ട്, പ്രമിയോനുകളിലും സദറാകളിലും യേശുവുണ്ട്, പള്ളിയിൽ ചൊല്ലുന്ന കുക്കിലിയോൻ ഗീതങ്ങളിൽ യേശുവുണ്ട്. എന്നാൽ യേശു ഹൃദയത്തിലില്ല, ചുണ്ടിലുണ്ട് യേശു. അല്ലേ? അങ്ങനെയല്ലേ വാസ്തവത്തിൽ? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. വേറെ ആരുടെയും കാര്യം നോക്കണ്ട, അവനവൻ്റെ കാര്യം നോക്കിയാൽ മതി. മറ്റാരെയും വിധിക്കാൻ നോക്ക് പോകണ്ട, നമുക്കതിൻ്റെ കാര്യമില്ല. വേറെ ആരുടെ കാര്യം നോക്കാൻ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. എൻ്റെ അവസ്ഥ എന്താണ്? കർത്താവെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരോടെ പ്രാർത്ഥിക്കുന്നത്? യേശുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ആ യേശുവിനെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അനുഗ്രഹം കിട്ടുന്ന വിശ്വാസമുണ്ടോ? ജീവിതം തിരുത്താൻ തയ്യാറാണോ? എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ജീവിതത്തിൽ മാറ്റിക്കളയാൻ നിങ്ങൾ തയ്യാറാണോ? ഒന്ന് ഓർത്തു നോക്കൂ. ഇന്ന് നിങ്ങൾ ജനിച്ചന്ന് മുതലല്ല, നിങ്ങൾക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഇന്ന് വരെയുള്ള ജീവിതത്തിലേക്ക് നോക്കിയാൽ നിങ്ങളെക്കൊണ്ട് ആർക്കെങ്കിലും ഒരു തണുപ്പ് കിട്ടിയിട്ടുണ്ടോ?
നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളെ കൊണ്ടൊരു തണുപ്പ് കിട്ടിയിട്ടുണ്ടോ? ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളെ കൊണ്ടൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ടോ? ചിന്തിച്ചാൽ മനസ്സിലാകും. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് നിങ്ങളിൽ ഏതെങ്കിലും ഒരു തണുപ്പ്, ഒരു കുളിർമ കിട്ടിയിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതം സാക്ഷി ജീവിതമായിരിക്കണം. ദ ബാനർ ഓഫ് ടെസ്റ്റിമണി, സാക്ഷ്യത്തിൻ്റെ കൊടി, സാക്ഷി ജീവിതമായിരിക്കണം. നിങ്ങളുടെ ജീവിതം സാക്ഷി ജീവിതമാണെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആനയിക്കാൻ പറ്റുകയുള്ളൂ. അതുമാത്രമേ അക്കരെ ചെല്ലുമ്പോൾ നിലനിൽക്കുന്ന ധനമുള്ളൂ. ഇവിടെ എന്തെല്ലാം നേടിയാലും ഇവിടെ തീരും. എന്തെല്ലാം നേടിയാലും, ആത്മാക്കളെ നേടിയാലോ നിത്യതയിൽ നമുക്ക് പ്രതിഫലം കിട്ടും. അതാ പറഞ്ഞത് 11 വാക്യത്തിൽ കാണാം, ഈ കൂലി അവൻ്റെ പക്കലും പ്രതിഫലം അവൻ്റെ കയ്യിലുമുണ്ട്. കൂലിയും പ്രതിഫലവും കരുതി വച്ചിരിക്കുകയാണ്. സ്തോത്രം. ഇവിടെ അനേകം കാര്യങ്ങൾ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നു, ആകുലപ്പെട്ടിരിക്കുന്നു, ദുഃഖിച്ചിരിക്കുന്നു. അനേകം കാര്യങ്ങൾ നിങ്ങൾ അതിൽ വ്യാപൃതരായിരിക്കുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ നിങ്ങളുടെ വീട് പണിയാൻ ബന്ധപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വീടിൽ ഭംഗി വരുത്തുന്നു, വൈറ്റ് വാഷ് ചെയ്യുന്നു, പെയിൻറ്റ് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇറ്റ്സ് ഓക്കെ, എല്ലാം ചെയ്യണം. ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ നല്ല ഡ്രസ്സ് വാങ്ങുന്നു, നല്ല സാരി വാങ്ങുന്നു, നല്ല മക്കൾക്ക് വേണ്ടിയുള്ള എല്ലാം ചെയ്യുന്നു, മക്കളുടെ വിവാഹം ആലോചിക്കുന്നു, അവർക്ക് സ്ത്രീധനം കൊടുക്കാനുള്ള മാർഗ്ഗം ആലോചിക്കുന്നു, മോൻ്റെ വിവാഹം ആലോചിക്കുന്നു, കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നു, നല്ല സദ്യ ക്രമീകരിക്കുന്നു, എല്ലാം ചെയ്യുന്നു. എല്ലാം ചെയ്തുകൊള്ളൂ. ഇതൊന്നും വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷേ നിൻ്റെ ആത്മാവ് എവിടെ ഇരിക്കുന്നു? ആത്മാവ് ഇന്ന് കടന്നുപോയാൽ ദൈവരാജ്യത്തിൽ പോകുമോ? ഒരു നിമിഷം ചിന്തിക്കൂ. പാപത്തിന് ശമ്പളം മരണമത്രേ. വേദവസ്തം പറയുന്നു, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. മോഹം, ചിന്തിച്ച് നോക്കൂ. മോഹങ്ങൾ ഏതെല്ലാം മോഹങ്ങളാണ് നിങ്ങൾക്കുള്ളത്? ധനമോഹം, ദ്രവ്യാഗ്രഹം ഇല്ലേ? ഓർത്തു നോക്കൂ. ധനമോഹം. പ്രിയപ്പെട്ടവരെ, കർത്താവിന് സ്തോത്രം. ഇവിടെയുള്ള ഈ പണമെല്ലാം വെറും മണ്ണാങ്കട്ടയാണ്. ഇന്ന് ഈ കടന്നു പോയാൽ വല്ലതും എൻ്റെ കൂടെ കൊണ്ടുപോകുമോ? ബാങ്കിൽ ബാലൻസ് ഉണ്ട്, വല്ലതും കൊണ്ടുപോകും തോന്നുന്നുണ്ടോ? ഒന്നും കൊണ്ടുപോകില്ല. ആരെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, ആരെല്ലാം സഹായിക്കാമെന്ന് പറഞ്ഞാലും ശരി, എത്ര രൂപയുണ്ടെന്ന് പറഞ്ഞാലും ശരി, ഒന്നും നമ്മളെ നിത്യത്തിലേക്ക് കൊണ്ടുപോവുകയില്ല. നിത്യത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ യേശു ക്രിസ്തു അകത്ത് വേണം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ ഒരു വാക്ക് പറയാം. കർത്താവേ, ഇത്രയും കാലം ഞാൻ ചിന്തയില്ലാത്തനായി ജീവിച്ചു, ഇത്രയും കാലം ആത്മാവിനെക്കുറിച്ച് കരുതലില്ലാതെ ജീവിച്ചു, ഇത്രയും കാലം എൻ്റെ ജീവിതം പാഴാക്കി കളഞ്ഞ കർത്താവേ, എൻ്റെ ജീവിതം പാഴായിപ്പോയി, നഷ്ടമായിപ്പോയി. വർഷങ്ങൾ എത്രയാണ് നഷ്ടപ്പെട്ടു പോയത് കർത്താവേ. നഷ്ടപ്പെട്ടു പോയ കാലങ്ങൾ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. സ്തോത്രം. യോവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യമാണ് പറയുന്നത്, തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുകിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. മദ്യപന്മാരെ ഉണർന്ന് കരയുവീൻ. തുള്ളൻ ഒരു ദുഷ്ടപ്രാണിയാണ്, ക്ഷുദ്രപ്രാണിയാണ്. നല്ലൊന്നാന്തരം കൃഷി നിലമായിരുന്നു. നല്ല കൃഷിയായിരുന്നു. നെല്ലിങ്ങനെ തഴച്ചു വളരുന്ന കൃഷിയായിരുന്നു. നെല്ലോ ഗോതമ്പോ തഴച്ചു വളരുകയായിരുന്നു. ഉടമസ്ഥനൊന്ന് നോക്കിയപ്പോൾ ഇതാ അവിടെ അതിൻ്റെ ഓലകളെല്ലാം മുഴുവനായിട്ട് മുറിഞ്ഞു പോയിരിക്കുന്നു. ഇത് സങ്കടം തോന്നി. ഇത്ര നന്നായിട്ട് വന്നതാണല്ലോ, ഇത് കുറഞ്ഞു പോയല്ലോ. സാരമില്ല, എന്നാലും കുറച്ച് ഇലയല്ലേ പോയുള്ളൂ, കൂമ്പിലകൾ പിന്നെയും വരുമല്ലോ, സാരമില്ല. തുള്ളൻ പക്ഷേ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി നിന്നു. അടുത്ത പ്രാവശ്യം വന്നപ്പോൾ വെട്ടുക്കിളിയാണ്. വെട്ടുക്കിളി വന്ന് എല്ലാം തിന്നു കളഞ്ഞു. എല്ലാം. വെട്ടുക്കിളി ഒരു വലിയ ശല്യമാണ്. കൂട്ടത്തോടെ വന്നു. അതിൻ്റെ ഇലകളെല്ലാം തന്നെ കുറഞ്ഞു പോയി. ചില ഇലയിലുള്ള തണ്ടുകളും എല്ലാം മുറിഞ്ഞു പോയി. അയ്യോ, വിളവ് കിട്ടില്ലല്ലോ, നല്ല വിളവ് കിട്ടില്ലല്ലോ. എങ്കിലും ഓർത്ത് സാരമില്ല, എന്നാലും സാരമില്ല, ഇനിയും ഉണ്ടല്ലോ കുറച്ച്, നറുനാമ്പ് വന്നുകൊള്ളും. അപ്പോൾ വെട്ടുക്കിളി ശേഷിപ്പിച്ച് വിട്ടിൽ തിന്നു. സ്തോത്രം. 3-ാം പ്രാവശ്യം വന്നപ്പോൾ വീട്ടിൽ എന്ന് പറയുന്നൊരു തരം ദുഷ്ടപ്രാണി വന്ന് ബാക്കിയുണ്ടായിരുന്ന ആ പച്ചയായതെല്ലാം തിന്നു കളഞ്ഞു. പച്ചയായതെല്ലാം. ചങ്കലച്ചു പോയി, വിഷമിച്ചു പോയി, സങ്കടപ്പെട്ടു പോയി. അയ്യോ കഷ്ടം, ഇത്രയെല്ലാം നഷ്ടം വന്നുപോയല്ലോ. എങ്കിലും ഓർത്തു സാരമില്ല, ഈ പടുമുളക് കിട്ടിയെങ്കിലും സാമാന്യം നല്ല വെള്ളം കിട്ടും, നല്ല വളക്കൂറുള്ള മണ്ണാണ്. പക്ഷേ അടുത്ത പ്രാവശ്യം വന്നപ്പോൾ വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. അതിൻ്റെ കടയുടെ അറ്റം വരെയും തിന്നു കളഞ്ഞു. പച്ചയായതെല്ലാം തിന്നു, പച്ചപ്പുഴു എല്ലാം തിന്നു. കഷ്ടം. ഇതുപോലെ എല്ലാം നശിച്ചവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഒന്ന് മാറി ഓരോരോ തെറ്റുകൾ. ആരെയും കുറ്റം പറയണ്ട. എല്ലാ പ്രശ്നങ്ങളും വന്നത് മോളെ നിന്നിൽ നിന്ന് തന്നെയാണ്, മോനെ നിന്നിൽ നിന്ന് തന്നെയാണ്. ഇതെല്ലാം നഷ്ടപ്പെട്ട് കിടക്കുന്നു. എന്തു വേണ്ടു? മനസ്സ് വിഷാദിച്ച് വിവശമായി. എന്തു വേണ്ടു? എങ്ങനെ ഇതിൽ നിന്ന് കരയേറും? കൃഷിപ്പഴ വന്നുപോയല്ലോ, പഴമുള പോലും പൊട്ടുകയില്ലല്ലോ, പച്ചയായ തണ്ട് മുഴുവൻ തിന്നുകളഞ്ഞല്ലോ. എന്തു വേണ്ടു? വിഷമിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. മഹാസൈന്യമായ വിട്ടിലും വെട്ടുകിളിയും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകുന്ന യഹോവയുടെ അരുളപ്പാട്. സ്തോത്രം. എന്തൊരാശ്വാസം! എല്ലാറ്റിനും പകരം തരാമെന്ന് പറയുന്നു. ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്കൊന്ന് തിരിഞ്ഞു വരാൻ താല്പര്യമുണ്ടോ? കർത്താവിലേക്ക് മടങ്ങി വരാൻ താല്പര്യമുണ്ടോ?
ക്രിസ്തുവിനെ സ്വീകരിക്കാൻ താല്പര്യമുണ്ടോ? ക്രിസ്തു ഇതാ നിങ്ങളുടെ അരികത്ത് വന്ന് നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ അനുഗ്രഹം പ്രാപിക്കാൻ പറ്റുമോ? തലകളെ വണക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കാം, സമർപ്പിക്കാം. കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരട്ടെ. ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലത്തെ കേടുകളും കഴിഞ്ഞ കാലത്തെ കൊള്ളകളും കഴിഞ്ഞ കാലത്തെ തിന്മകളും കഴിഞ്ഞ കാലത്തെ അശുദ്ധികളും എല്ലാം കഴുകുന്ന ക്രിസ്തു സ്നേഹത്തിന് മുമ്പിലേക്ക് നിങ്ങളൊന്ന് കർത്താവേ കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് വിളിക്കുകയും, യേശുവെ മനസ്സറിയണമേ എന്ന് പറയുകയും, യേശുവെ കുരിശിൽ ചിന്തിയ നിത്യ സ്നേഹമേ, എനിക്ക് വേണ്ടി ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പുണ്യാഹ രക്തമേ, ഇപ്പോൾ എന്നോട് മനസ്സറിയണമേ എന്ന് പ്രാർത്ഥിപ്പീൻ. കർത്താവെ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം ഇപ്പോൾ എൻ്റെ മേൽ തളിക്കണമേ എന്ന് പ്രാർത്ഥിപ്പീൻ. ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ വാക്ക് പറയും, യേശുവേ ഇന്ന് നാഥ നീ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നാൽ ഇനിമേൽ ഞാൻ അരുതാത്തൊരു വഴിക്ക് പോവുകയില്ല, അരുതാത്തൊരു കാര്യം ജീവിതത്തിൽ വരികയില്ല. എൻ്റെ ഓരോ വാക്കും ശ്രദ്ധയുള്ളതായിരിക്കും, ഓരോ വാക്കും മധുരമുള്ളതായിരിക്കും, ഓരോ വാക്കും സ്നേഹമുള്ളതായിരിക്കും, ഓരോ വാക്കും മൃദുലമായിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടുത്തെ വാത്സല്യമൂലുന്ന വാക്കുകൾക്കായി നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ സ്നേഹത്തിൻ്റെ തിരുശബ്ദത്തിനായി നന്ദിയോടെ സ്തോത്രം. അടിയങ്ങളെ തഴുകുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. എല്ലാ പാവവും ക്ഷമിക്കുന്ന നിസ്തുല സ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഈ മക്കളെല്ലാവരെയും തൊടണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പുതിയ ജീവിതം നയിപ്പാനുള്ളതേ കൃപയും ശക്തിയും എല്ലാവരുടെ മേൽ പകരണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ.